കോഴിക്കോട് NITയിൽ ഡ്രൈവർ സാനിറ്റേഷൻ സെക്യൂരിറ്റി തൊഴിലാളികൾ 5 ദിവസമായി നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ആവശ്യങ്ങൾ NIT അംഗീകരിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. നിലവിലെ തൊഴിലാളികൾക്ക് ജോലിയിൽ തുടരാമെന്ന് NIT അറിയിച്ചു. ലിഡിയ ജേക്കബ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ. ലിഡിയ, സമരം അവസാനിച്ചോ? രേഷ്മ, സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ NIT അധികൃതർ നിലവിൽ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സമരം അവസാനിപ്പിച്ചത്. 5 ദിവസമായി സാനിറ്റേഷൻ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഡ്രൈവർ തസ്തികയിലുള്ള കരാർ ജീവനക്കാരായ തൊഴിലാളികളായിരുന്നു 5 ദിവസമായി സമരം നടത്തി വന്നിരുന്നത്. അവരുടെ ആവശ്യം എന്തായിരുന്നെന്ന് വെച്ചാൽ നിലവിൽ NIT അധികൃതർ കരാർ മറ്റൊരു കമ്പനിക്ക് നൽകുകയും അതോടൊപ്പം തന്നെ കരാർ മറ്റൊരു കമ്പനിക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും അവിടെ നിലവിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളിൽ ചിലർക്കെങ്കിലും ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രായപരിധി പുനർനിർണ്ണയിക്കുക, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പുനർനിർണ്ണയിക്കുക തുടങ്ങിയ നടപടിയൊക്കെ NIT ഈ കഴിഞ്ഞ ദിവസം പരിഷ്കരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രായപരിധി പുനർനിർണ്ണയിക്കുന്നത് നിർത്തിവെക്കണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പുനർനിർണ്ണയിക്കുന്നത് നിർത്തിവെക്കണം എന്ന ആവശ്യമുന്നയിച്ച് NITയിലെ തൊഴിലാളികൾ സമരം നടത്തി വന്നിരുന്നത്. 5 ദിവസമായി നടത്തി വന്നിരുന്ന സമരം ഇന്ന് NIT അധികൃതർ സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സമരക്കാരുടെ എല്ലാവിധ ആവശ്യങ്ങളും NIT അധികൃതർ അംഗീകരിച്ചിട്ടുണ്ട്. നിലവിലെ തൊഴിലാളികൾക്ക് ജോലിയിൽ തുടരാവുന്നതാണ്. ശരി ലിഡിയ.